ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇത് ഞങ്ങൾ നാട്ടിലോട്ട് പോയ വീഡിയോ ആണ്, മെയിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോഴും അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഓൺ റോഡാണ് പോകുന്നത്. ഞങ്ങളൊരു ഉച്ചയൊക്കെ ആയപ്പോൾ ഇറങ്ങി. അപ്പോൾ നമുക്ക് വൈകുന്നേരത്തിന് മുമ്പ്, അതായത് രാത്രിക്ക് മുമ്പ് നമുക്ക് ആന്ധ്ര കയറണം. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എല്ലാം തയ്യാറെടുത്ത് പോവുകയാണ്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് എല്ലാമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും പെട്ടെന്നൊക്കെ റെഡിയാക്കി ഞങ്ങൾ കാറിലിപ്പം കുഞ്ഞുങ്ങൾ ബാക്കിൽ ബെഡാക്കിയിട്ട് അവിടെ ഇരിഞ്ഞ് കിടക്കുന്നു. ഇപ്പോൾ റെഡിമെയ്ഡ് ബെഡാണിത്, നമുക്ക് എയർ കയറ്റി പതിക്കാവുന്നത്. അപ്പോൾ അതെല്ലാം ചെയ്ത് പെട്ടെന്ന് ഞങ്ങൾ റെഡിയാവുകയാണ് പോകാനായിട്ട്. ഞങ്ങൾ 4 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പെട്രോൾ അടിക്കാനായിട്ട് മൽക്കാൻഗിരി തന്നെ ഒരു പെട്രോൾ പമ്പിൽ നിർത്തി. അപ്പോൾ ഈ മൽക്കാൻഗിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആന്ധ്ര വരെ ഫുള്ള് കാടാണ്. അപ്പം മനസ്സിനകത്തൊരു പേടിയുണ്ടായിരുന്നു. അതായത് ഒരു നല്ല ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് ആന്ധ്ര കയറണമെന്നുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് പോയി. 2 സൈഡും കാട് പോലെയാണ്. ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. അതായത് കുറേ ദൂരം ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഗ്രാമം, ഒരു ചെറിയ സിറ്റി വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നമുക്കിങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് പേടിയാവും. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു മനസ്സിൽ. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ ഏരിയയിലൊക്കെയാണ് ഈ മാവോയിസ്റ്റൊക്കെ ഒരുപാടുള്ളത്. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ കുറേ ഇങ്ങോട്ടിച്ച് കാട് കഴിഞ്ഞ് വന്നപ്പോൾ ചെറിയൊരു മാർക്കറ്റൊക്കെ വന്നു. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാടുകളിലെ ആൾക്കാരുണ്ട്, അതായത് ദളിതർ, അതായത് അവർ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ജീവിക്കുന്നുണ്ട് അവിടെ. അത് ഉള്ളിലോട്ടാണ്, നമുക്ക് അവിടെ നിന്ന് പോകത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ റോഡ് വഴി ഇങ്ങനെ പോവുകയാണ്. ഇത് കുറച്ച് ഒരു 2 കിലോമീറ്ററോളം ഇങ്ങനെ സിറ്റി കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് അങ്ങ് ഫോറസ്റ്റ് ഏരിയ ആണ്. ഫുള്ള് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് അവിടെ ഉള്ള ആൾക്കാരാണ്, ആ കാട്ടിനകത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെന്ന് വെച്ചാൽ ഇവിടെ ടോൾ ബൂത്തൊന്നുമില്ല. അപ്പോൾ ഇവർ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ട് കയറിങ്ങനെ കെട്ടിയേക്കും. അപ്പോൾ ഈ വണ്ടികളെ ഇങ്ങനെ തടഞ്ഞിട്ട് അവരവിടെ നിന്ന് അവരുടേതായിട്ടുള്ളൊരു ട്രഡീഷനാണ്. അവരവിടെ നിന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. കണ്ടോ, ഡാൻസ് അങ്ങനെയൊക്കെ ഡാൻസ് കളിച്ചിട്ട് പിന്നെ കുറച്ച് സിന്ദൂരമൊക്കെ കൊണ്ടുവന്ന് നമ്മളെ വണ്ടിയിലൊക്കെ ഇട്ട് നമുക്ക് നമ്മളെ കയ്യിലുള്ള എന്തെങ്കിലും കൊടുത്തേ പറ്റും. 1 രൂപയായാലും കൊടുക്കണം, അല്ലെങ്കിൽ അവർ വണ്ടി വിടത്തില്ല. അപ്പം ഇങ്ങനെ നിന്ന് അങ്ങനെ പിന്നെ നമ്മളെ കയ്യിലുള്ള 1 രൂപയായാലും 2 രൂപയായാലും കൊടുക്കും. നമുക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഒഡീഷയുടെ നാട്ടിലോട്ട് ബൈ റോഡ് പോകുന്നത്. അപ്പം അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചെറിയ പേടിയൊക്കെ ആയിട്ടോ. ഇങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ ഇത് നിർത്തുന്നതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമുക്കങ്ങ് ഓടിച്ച് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കുറേ ദൂരം ചെല്ലുമ്പോൾ പിന്നെയും അങ്ങനെ ആൾക്കാരിങ്ങനെ കയറ് പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഭംഗി ആസ്വദിക്കാനൊക്കെ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ ആസ്വദിക്കാനേ പറ്റുന്നുണ്ട്. നമ്മൾ കുറേ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് നല്ല റോഡാണ്. മനസ്സിൽ നല്ല പേടി ഉണ്ടായിരുന്നു എനിക്ക്. അതായത് പണ്ടൊക്കെ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലങ്ങളായിരുന്നു. ഇതുവഴിയൊന്നും വണ്ടിയൊക്കെ ഓടിച്ച് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഈ ആണുങ്ങളും അതുപോലെ തന്നെ ഈ സ്ത്രീകളും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്ത്രീകൾ മാത്രമാണെങ്കിൽ എനിക്ക് പേടിയായിരുന്നു. പക്ഷെ കുറേ ആണുങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ നിന്ന് പൈസ കൊടുത്തില്ലെങ്കിൽ എന്തോ. അപ്പോൾ ഒരു പ്രാവശ്യം നമുക്കിങ്ങനെ അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് പൈസ ഒന്നും, അതായത് ചില്ലറ പൈസ ഒന്നും കയ്യിലെടുത്ത് വെച്ചിരുന്നില്ല. അങ്ങനെ പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഗൂഗിൾ പേ ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഈ സ്ഥലമാണ് ആന്ധ്രയും അതുപോലെ തന്നെ ഒഡീഷയുടെ ബോർഡർ എന്ന് പറഞ്ഞാൽ മോട്ടു എന്ന് പറയുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇവിടം വരെ ആന്ധ്രയുടെ ബസ് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒഡീഷയുടെ ബസ്സിൽ വേണം പിന്നെ അങ്ങോട്ട് മൽക്കാൻഗിരിയിലോട്ട് പോകാൻ. അങ്ങനെ ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടേക്ക് ഇപ്പോൾ വലിയ ഹൈവേ വരാനായിട്ട് പണിയൊക്കെ നടക്കുവാണ്. അപ്പം എനിക്ക് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടായിരുന്നു വൊമിറ്റ് ചെയ്തത്. അത് ഈ റോഡ് തുടങ്ങിയപ്പോൾ തൊട്ട് കുറേ ഭയങ്കര മോശമായിരുന്നു റോഡൊക്കെ. അപ്പോൾ എനിക്ക് ഈ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് റെസ്റ്റ് ഒന്നും എടുക്കാതെ അല്ലേ പോയത്. അപ്പോൾ ആ ഒരു ക്ഷീണവും ഫുഡ് നന്നായിട്ട് കഴിച്ചതും അതൊക്കെ ആയിട്ട് റോഡും ശരിയല്ലാതെ ഞാനങ്ങ് ഫുള്ള് പിന്നെ കുറേ ദൂരമൊക്കെ ഞാൻ വീഡിയോ എടുത്തു. അതിനുശേഷം പിന്നെ ഫുള്ള് ഞാൻ വൊമിറ്റിംഗ് ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു സൈഡിൽ നല്ലൊരു തടാകവും അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ നിന്നാണ്ട് ഇതുണ്ടല്ലോ, നമ്മളെ എന്താ പറയുന്നത് ഇതിനെ, ഈ പനയാണോ അല്ലേ, പനയല്ലല്ലോ ആ സംഭവം. അത് ഇഷ്ടം കാര്യമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല കേട്ടോ കഴിക്കാൻ. അല്ലെങ്കിൽ ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല നൊങ്ങ് അല്ലേ, അത് നല്ല ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. അങ്ങനെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. 38 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാറിനകത്തായതുകൊണ്ട് ആ ചൂട് നമുക്ക് അനുഭവപ്പെട്ടില്ല. അങ്ങനെ ഇങ്ങനെ പോവുകയാണ്. അപ്പം എൻ്റെ മനസ്സിലുണ്ട് ദൈവമേ പെട്ടെന്ന്, അതായത് ഇരുട്ടുന്നതിന് മുമ്പൊക്കെ നമ്മൾ ആന്ധ്ര കയറണമെന്നൊക്കെ. അപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോഴൊക്കെ ഞാൻ നല്ല വൊമിറ്റിംഗ് ആയിരുന്നു. അതെല്ലാം വൊമിറ്റെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം നല്ല ക്ഷീണമായി വരുന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടിയൊക്കെ ഉറങ്ങി, കുഞ്ഞ് ബാക്കിൽ കിടന്ന് ഉറങ്ങി. അവൻ നല്ല ഉറക്കം ഉണ്ടായിരുന്നു അവർക്ക്. അങ്ങനെ അവർ കിടന്ന് ഉറങ്ങി കുറച്ച് നേരമൊക്കെ അങ്ങനെ പോയപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വണ്ടി ഓടിക്കുമ്പോൾ എനിക്കൊന്ന് കിടക്കാൻ പോലും തോന്നത്തില്ല. എനിക്കത് പറ്റത്തില്ല, ഞാൻ ഉറങ്ങത്തുമില്ല. എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ഉറങ്ങിക്കോ കുഴപ്പമില്ല എന്നൊക്കെ. പിന്നെ അവസാനം നമ്മൾ സിറ്റി കയറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചു, കാരണം എനിക്ക് തലവേദനയൊക്കെ തുടങ്ങിയായിരുന്നു. പിന്നെ ഞങ്ങൾ നമ്മൾ ആന്ധ്രയിൽ കയറിയിട്ട് ഭദ്രാചലം എന്ന് പറഞ്ഞൊരു സിറ്റിയിലെത്തി. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ആന്ധ്രാപ്രദേശ് സിറ്റിയാണ്. അപ്പോൾ അവിടെ കയറി പിന്നെ ഞങ്ങൾ ഫുഡ്
ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറിയായിരുന്നു. അപ്പോൾ തന്നെ ഒരു 7-8 മണി ആയായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു എന്തായാലും വിജയവാഡ വരെ ഓട്ടിച്ച് പോകണം, ഒരു പകുതി നമ്മൾ ആ ഒരു ഇത് കംപ്ലീറ്റ് ആവും. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ കയറി ദോശയും അതുപോലെ തന്നെ ചട്നിയും സാമ്പാറും ഒക്കെ കഴിച്ചു. പിന്നെ ഒറ്റ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഈ ആന്ധ്രയിലും അതുപോലെ തമിഴ്നാട്ടിലും കയറിയ നോൺ വെജ് കഴിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് വെജിറ്റേറിയൻ മാത്രമേ ഇഷ്ടമുള്ളൂ. എന്തോ അറിയത്തില്ല, എനിക്ക് അവിടുത്തെ കുറേ നാളായിട്ട് നമ്മൾ ഓൺ റോഡ് പോകുന്നതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ പഠിച്ചിട്ടുണ്ട്. നോൺ വെജും അതുപോലെ നോൺ വെജ് കഴിക്കാൻ കൊള്ളത്തില്ല ആന്ധ്രയിലും അതുപോലെ തന്നെ നമ്മൾ തമിഴ്നാട്ടിലും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെയും യാത്ര തുടങ്ങി. വിജയവാഡ എത്താറായപ്പോൾ ഞങ്ങളുടെ ഒരു ഹോട്ടലിൻ്റെ പേര് നമ്മൾ ഗൂഗിൾ മാപ്പിലിട്ട് പിന്നെ വിജയവാഡ എത്തിയായിരുന്നു. ഒരു 15 മിനിറ്റ് കൂടി, ഒരു 15 കിലോമീറ്റർ അങ്ങോട്ട് ഇരുന്ന സിറ്റി ആയിരുന്നു. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് തന്നെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു, പിന്നെ അവിടെ സ്റ്റേ ആയിരുന്നു. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ യാത്ര ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം സെക്കൻഡ് വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. താങ്ക് യു, ബൈ ബൈ.